ഇതേ നമുക്കിന്ന് സർവീസ് ചെയ്യുന്നത് വാമിൻ്റെ പാർലൈറ്റാണ് ഈ കാണുന്നത്. നമ്മുടെ ബിഗ് ഡിപ്പറിൻ്റെ വാം പാർലൈറ്റാണ്. അപ്പോൾ ഇത് 24 വോൾട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് LED കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേ ഇതിൻ്റെ ഈ ഒരു ലെങ്സിൻ്റെ ഫുള്ള് ലെങ്സിൻ്റെ കവറൊക്കെ മൊത്തം കണ്ടല്ലോ ബെൻഡായി പോയായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ ഹീറ്റ് ചെയ്ത് നൂത്താൻ നോക്കിയിട്ട് ഒരുവിധം നൂത്തിയെടുത്ത്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പോയ സമയത്ത് ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു ലെവലും കാര്യങ്ങളൊക്കെ മാറിക്കിടക്കുകയാണ്. നമ്മുടെ ഈ ലെങ്സിൻ്റെ ലെവൽ മാറിയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ലെങ്സിലോട്ട് പോയിൻ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫുള്ളായിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അടുത്ത ആഴ്ച വരും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്പെയറൊക്കെ നമുക്ക് വാങ്ങി കിട്ടും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്പെയർ എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സർവീസൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാറ് വരുന്നത്. പാറിൻ്റെ അകഭാഗത്തുള്ള ടോപ്പിലെ PCB ആണ്. പിന്നെ ഫാൻ വരുന്നുണ്ട്, SMPS വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഹീറ്റ് സിങ്ക് വരുന്നുണ്ട് ഗൈസ്. ബിഗ് ഡിപ്പറിലെ ചില പാറിൽ മാത്രമേ ഹീറ്റ് സിങ്ക് വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇത് ചെറിയ ഹീറ്റ് സിങ്കാണ്, കനം കുറഞ്ഞ പേപ്പർ പോലെ ഇരിക്കുന്ന ഒരു ഹീറ്റ് സിങ്കാണ്. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ചെറിയ ഹീറ്റ് സിങ്കാണ്. അപ്പോൾ ബിഗ് ഡിപ്പറിൽ സ്വാഭാവികമായിട്ട് ഹീറ്റ് സിങ്ക് കുറവാണ്, എന്നാലും ചില പാറിലൊക്കെ ഹീറ്റ് സിങ്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പാറിൻ്റെ വിശേഷങ്ങൾ.